ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ മികച്ച തുടക്കമാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും ഇന്ത്യ അനായാസം കീഴ്പ്പെടുത്തി. ഇതോടെ ഇന്ത്യ ടൂർണമെൻറ്റിൻ്റെ സെമിഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ ഇന്ത്യൻ ടീമിനും ICCക്കുമെതിരെ വലിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ഏകദിന നായകനായ പാറ്റ് കമിൻസ്. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടക്കുന്നത് ടീമിന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ മണ്ണിൽ കളിക്കാൻ ഇന്ത്യൻ ടീം തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ നടത്താൻ തീരുമാനിച്ചത്. ഇതിനുശേഷമാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾക്കും ദുബായ് വേദിയായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കമിൻസ് രംഗത്തെത്തിയത്. ഇത്തരത്തിൽ ഒരു സജ്ജീകരണം ചെയ്തത് ICCയുടെ ഭാഗത്തു വന്ന പിഴവായാണ് കമിൻസ് കാണുന്നത്. ഒരു ഓസ്ട്രേലിയൻ സ്പോർട്സ് ചാനലിൽ സംസാരിക്കുന്ന സമയത്തായിരുന്നു കമിൻസ് തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറഞ്ഞത്. ഇത്തരമൊരു സാഹചര്യം ഇന്ത്യൻ ടീമിന് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. ഒരേ മൈതാനത്ത് കളിക്കുന്നത് അവർക്ക് സഹായകരമായി മാറും. മാത്രമല്ല, നിലവിൽ ഇന്ത്യൻ ടീം വളരെ ശക്തമായാണ് കാണപ്പെടുന്നത്. അതോടൊപ്പം എല്ലാ മത്സരങ്ങളും ഒരേ മൈതാനത്ത് കളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ മെച്ചമുണ്ടാകുമെന്നും കമിൻസ് പറഞ്ഞു. അതേസമയം നിലവിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇന്ത്യ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയാലും ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ തന്നെ തുടരും. ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പാകിസ്ഥാനിലെ ലാഹോറിലാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഫൈനലിലെത്തിയാൽ മത്സരം ദുബായിലേക്ക് മാറ്റും. ഇത്തരത്തിലാണ് ടൂർണമെൻറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കമിൻസ് വിമർശനവുമായി രംഗത്തെത്തിയത്. നിലവിൽ കാൽമുട്ടിനേറ്റ പരിക്ക് മൂലം ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും മാറി നിൽക്കുകയാണ് പാറ്റ് കമിൻസ്. അതിനിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിന് മുമ്പ് ഇന്ത്യക്ക് ആശങ്കയായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പരിക്ക്. പേശികൾക്ക് പരിക്കേറ്റ രോഹിത് പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല. പരിക്ക് വഷളാവാതിരിക്കാനാണ് രോഹിത് ശർമ്മ പരിശീലനത്തിൽ നിന്നും വിട്ടുനിന്നതെന്ന് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇന്നലെ പരിശീലനത്തിന് എത്തിയിരുന്നില്ല. പരിക്കു മൂലമാണോ ഗിൽ വിട്ടുനിന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഞായറാഴ്ചയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരെയാണ് ഇന്ത്യക്ക് സെമിയിൽ നേരിടേണ്ടി വരിക.